ചന്ദ്രബോസ് വധക്കേസിൽ തൃശൂർ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ഇന്ന് വിധി പറയും. സെക്യൂരിറ്റി ജീവനക്കാരനായ ചന്ദ്രബോസിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ വ്യവസായി മുഹമ്മദ് നിഷാമാണ് പ്രതി. സംഭവം നടന്ന് ഒരു വർഷമാകാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കുകയാണ് ഇന്ന് വിധി പറയുന്നത്. വിശദാംശങ്ങൾ നൽകാൻ ഉമേഷ് തൃശൂരിൽ നിന്നും ചേരുകയാണ്. ഉമേഷ്, സംഭവം നടന്ന് ഒരു വർഷമാകാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. കേരളം കാത്തിരിക്കുന്ന വിധി ഇന്ന് പറയുക. എന്തൊക്കെയാണ് വിവരങ്ങൾ? സുരേഷ്, 11 മണിയോടെ ആയിരിക്കും തൃശൂർ ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ചന്ദ്രബോസ് വധക്കേസിൽ വിധി പറയുക. 2015 ജനുവരി 29 പുലർച്ചെ 3 മണിയോടെയായിരുന്നു സെക്യൂരിറ്റി ജീവനക്കാരനായ ചന്ദ്രബോസിന് നേരെ ആക്രമണം നടന്നത്. തൃശൂർ ശോഭ സിറ്റിയിലെത്തിയ ശേഷം ചന്ദ്രബോസിനെ വാഹനം കൊണ്ട് ഇടിച്ചു പരിക്കേൽപ്പിക്കുകയായിരുന്നു. വ്യവസായി മുഹമ്മദ് നിഷാമാണ് ഇതിൽ പ്രതി. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ നിഷാമിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. 19 ദിവസത്തെ ചികിത്സ ഫലിക്കാതെ തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് പിന്നീട് ചന്ദ്രബോസ് മരണത്തിന് കീഴടങ്ങി. സംഭവ സ്ഥലത്ത് വെച്ച് അറസ്റ്റിലായ മുഹമ്മദ് നിഷാമിനെ രക്ഷിക്കാൻ പല ഭാഗത്തു നിന്നും ശ്രമങ്ങൾ ഉണ്ടായതായി ആരോപണം ഉയർന്നിരുന്നു. ബാംഗ്ലൂരിലെ തെളിവെടുപ്പും അന്നത്തെ കമ്മീഷണർ ജേക്കബ് ജോബിന്റെ ഒറ്റയ്ക്കുള്ള കൂടിക്കാഴ്ചയും പോലീസിനെ സംശയത്തിന്റെ നിഴലിലാക്കിയിരുന്നു. ഇതുകൂടാതെ സംഭവ സമയത്ത് ചന്ദ്രബോസ് ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ നഷ്ടപ്പെട്ടതും 19 ദിവസത്തെ ചികിത്സയ്ക്കിടയിലെങ്ങും മൊഴിയെടുക്കാതിരുന്നതും ആശങ്ക വർദ്ധിപ്പിച്ചിരുന്നു. ചന്ദ്രബോസ് മരിക്കുന്നതിന് ഒരു ദിവസം മുമ്പാണ് സിറ്റി പോലീസ് കമ്മീഷണറായി ആർ നിശാന്തിനി ചുമതലയേറ്റത്. ഇതിനുശേഷം PP ഉദയഭാനു പബ്ലിക് പ്രോസിക്യൂട്ടറായും എത്തി. തുടർന്ന് കേസ് നടപടികൾ വേഗത്തിലാവുകയായിരുന്നു. കഴിഞ്ഞ ഏപ്രിൽ 4-നാണ് 1500 പേജ് വരുന്ന കുറ്റപത്രം കുന്നംകുളം കോടതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ പേരാമംഗലം CI ബിജുകുമാർ സമർപ്പിച്ചത്. തുടർന്ന് ഈ കേസ് പിന്നീട് ജില്ലാ കോടതിയിലേക്ക് മാറ്റുകയായിരുന്നു. കൊലപാതക കേസായതിനാൽ ജില്ലാ കോടതിയിലേക്ക് മാറ്റി. തുടർന്ന് 8 മാസം നീണ്ട വിചാരണയ്ക്കൊടുവിലാണ് ഇന്ന് വിധി വരുന്നത്. ഉമേഷ്, കൃത്യമായ തെളിവുകൾ, അതോടൊപ്പം തന്നെ 1000 പേജിൽ അധികം വരുന്ന കുറ്റപത്രം, പ്രോസിക്യൂഷന്റെ കണിശമായ വാദഗതികൾ, ഇത്തരം കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷകളോടെ തന്നെയാണ് ചന്ദ്രബോസിന്റെ അടക്കം ബന്ധുക്കൾ ഈ ഒരു വിധിയെ കാത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് കേരളീയ സമൂഹം ഒന്നടങ്കം എന്ന് തന്നെ പറയാം. കാരണം അത്രയും ദാരുണമായ ഒരു സംഭവം, കേരള മനസാക്ഷിയെ ഞെട്ടിച്ച, അല്ലെങ്കിൽ അത്രയും വേദനാജനകമായ ഒരു സംഭവം തന്നെയായിരുന്നു ചന്ദ്രബോസിന്റെ വധം. എത്രത്തോളം പ്രതീക്ഷയോടെയാണ് ബന്ധുക്കളടക്കം ഈ ഒരു വിധിയെ കാത്തിരിക്കുന്നത്? തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംഭവം നടന്ന് ഒരു വർഷമാകാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ഇതിന്റെ കേസ് നടപടികൾ വളരെ വേഗത്തിൽ തന്നെ ചെയ്ത് നടപടിക്രമങ്ങളെല്ലാം വേഗത്തിലാക്കിക്കൊണ്ട് ഇന്ന് വിധി വരുന്നത്. ശക്തമായ വാദമുഖങ്ങൾ തന്നെയാണ് പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരുന്നത്. ചന്ദ്രബോസിനെ നിഷാം വാഹനമിടിച്ച് തെറിപ്പിച്ച് പരിക്കേൽപ്പിക്കുകയും കൊലപ്പെടുത്തുകയുമായിരുന്നു എന്ന് തെളിയിക്കുന്നതിന് ആധാരമായ തെളിവുകൾ തന്നെയാണ് സമർപ്പിച്ചിട്ടുള്ളത്. 62 ദിവസം നീണ്ട അന്വേഷണമായിരുന്നു. 62 ദിവസം നീണ്ട അന്വേഷണത്തിനൊടുവിൽ 65ാമത്തെ ദിവസമാണ് പോലീസ് 1500 പേജ് വരുന്ന കുറ്റപത്രം സമർപ്പിച്ചത്. ഇതിൽ പ്രധാനമായും IPC 302 കൊലക്കുറ്റം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട 6 വകുപ്പുകൾ തന്നെയാണ് നിഷാമിനെതിരെ ചുമത്തിയിട്ടുള്ളത്. ഇതിനിടെ കാപ്പ നിയമം നിഷാമിനെതിരെ ചുമത്തിയിരുന്നു. ഇതിനിടയിൽ തന്നെ നിഷാം 20ഓളം തവണ മേൽക്കോടതികളെ സമീപിച്ചെങ്കിലും, ഹൈക്കോടതിയും സുപ്രീം കോടതി വരെ സമീപിച്ചെങ്കിലും നിഷാമിന്റെ ആവശ്യം കോടതി നിരാകരിക്കുകയായിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 30ഓളം ശാസ്ത്രീയ തെളിവുകളും 100-ൽ പരം സാക്ഷികളെയും കോടതിയിൽ കുറ്റപത്രത്തോടൊപ്പം നൽകുകയുണ്ടായി. ചന്ദ്രബോസിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ ആ ഹമ്മർ കാർ ഉൾപ്പെടെ 43ഓളം തൊണ്ടി മുതലുകളും 124 അനുബന്ധ രേഖകളും പ്രോസിക്യൂഷൻ ഹാജരാക്കിയ 111 സാക്ഷികളിൽ ഏതാണ്ട് 22 പേരെയും കോടതി വിസ്തരിക്കുകയും ചെയ്തു. അത്തരത്തിൽ വളരെ പ്രതീക്ഷയിൽ തന്നെയാണ് നിഷാന്തിന്റെ കുറ്റകൃത്യം കൃത്യമായി തെളിയിക്കാൻ പ്രോസിക്യൂഷനായി എന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും കോടതിയാണ് ഇതിൽ തീരുമാനമെടുക്കേണ്ടത്. നിഷാം കുറ്റക്കാരനാണോ അല്ലയോ എന്ന കാര്യത്തിൽ ഇന്ന് 11 മണിയോടെ വ്യക്തമാണ്. ഉമേഷാണ് തൃശ്ശൂരിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.